ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കാണാൻ പോകുന്നൊരു കാര്യം വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചാണ്. 1870 പരിശുദ്ധ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും സാമൂഹികമായിട്ടും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു കാലഘട്ടമാണ്. ആ സമയത്ത് ഒന്നാം വത്തിക്കാൻ കൗൺസിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വരെയും സഭയിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഫ്രാൻസും ജർമ്മനിയും തമ്മിലൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധം വളരെ പ്രതിസന്ധി കത്തോലിക്ക സഭയെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം റോമിനെ അനുകൂലിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ അപ്രതീക്ഷിതമായൊരു തോൽവി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ സമയത്ത് സഭയെ പരിപാലിച്ച് നയിച്ചുകൊണ്ടിരുന്നത് 9-ാം പീയൂസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തത്, ആ 1870 പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനായിട്ട് യൗസേപ്പിതാവിനെ അങ്ങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് എല്ലാ വിശ്വാസികളോടും യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്നും അതോടൊപ്പം തന്നെ ആ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കണമെന്നും അദ്ദേഹം പറയാനിടയായി. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു റിസൾട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. പിന്നീട് ആ ഒരു ചരിത്ര സാക്ഷിയായിട്ട് ആ യുദ്ധത്തിൽ ഫ്രാൻസിന് വിജയം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അനുഗ്രഹ സഭയിൽ വരികയാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയും അതിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പിതാവ്, പരിശുദ്ധ പിതാവ്, അത് യൗസേപ്പിതാവിൻ്റെ വർഷമായിട്ട് ആചരിക്കണമെന്ന് കത്തോലിക്ക സഭയിൽ ആഹ്വാനം ചെയ്തു. അദ്ദേഹം ഒരു അപ്പസ്തോലിക ലേഖനം തന്നെ അതിനു വേണ്ടിയിട്ട് ഇറക്കി. പാത്രീസ് കോർദെ എന്ന് പറയുന്ന ആ അപ്പസ്തോലിക ലേഖനം വലിയ അനുഗ്രഹദായകമായ രീതിയിൽ സഭ കൊണ്ടാടാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയാണ് യൗസേപ്പിതാവിനെ കുറിച്ച്. അത് യൗസേപ്പിതാവ് എന്ന് പറയുന്ന ഈ വ്യക്തിത്വം വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ മൗനവും നിശബ്ദതയും എല്ലാം ഒരുപാട് അനുകരിക്കപ്പെടേണ്ട ഒന്നാണ്. അതിൻ്റെ ഞാനങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മൾ വിശുദ്ധ ബൈബിളിലെ കൂടുതൽ പ്രതിപാദ്യങ്ങളൊന്നും പിതാവിനെക്കുറിച്ച് കാണാനില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ബൈബിൾ ഉദ്ദേശിക്കുന്നത് യേശു എന്ന സത്യത്തെ വെളിപ്പെടുത്താനായതുകൊണ്ട് മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങളും ഈ സത്യത്തിനു വേണ്ടി സാക്ഷ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചാണെങ്കിലും യൗസേപ്പിതാവിനെക്കുറിച്ചാണെങ്കിലും ബൈബിളിൽ വലിയ പഠനങ്ങളോ വലിയ കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ബൈബിളിലൂടെ. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മംഗളവാർത്തയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മത്തായി സുവിശേഷകൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് അവളുടെ ഭർത്താവ് നീതിമാനായിരുന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് യൗസേപ്പിതാവിനെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ഒരു ധീരപുരുഷനെ നമ്മളൊക്കെ അവിടെ കണ്ടുമുട്ടാൻ പറ്റും. അപ്പോൾ സഭയുടെ ചരിത്രങ്ങളിൽ നമുക്ക് യൗസേപ്പിതാവിനെക്കുറിച്ചൊക്കെ കുറേ കിട്ടുന്നത് അപ്രമാണിക ഗ്രന്ഥങ്ങളിലാണ്. അതായത് തോമാസ്ലീയുടെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, യാക്കോബിൻ്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്. തോമാസ്ലീഹായുടെ സുവിശേഷം 7-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടതെന്നൊക്കെ സഭ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഈ യൗസേപ്പിതാവും മറിയവും തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഒക്കെ കാണിക്കുന്നു. കാരണം കന്യകാമറിയത്തിൻ്റെ കന്യാത്വത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കാനായിട്ടാണ് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒത്തിരി ഏജ് ഡിഫറൻസ് ഒക്കെ കാണിച്ചതെന്ന് സഭാ പഠനങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിൽ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ പിൽക്കാലങ്ങളിൽ ശക്തമായ പഠനങ്ങളിലൂടെ ഇവർ തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുക 12-14 വയസ്സുകളിലാണ്. അത് കന്യാമറിയത്തിന് വിവാഹാലോചന വരുന്നത് തന്നെ ഈ 12-14 വയസ്സിലാണ് എന്ന് സഭാപണ്ഡിതന്മാർ പഠനങ്ങളിൽ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൗസേപ്പിതാവിന് ഒരു 18-20 വയസ്സ് പ്രായമുള്ള സമയത്താണ്, നല്ല യൗവന കാലഘട്ടത്തിൽ തന്നെയാണ് യൗസേപ്പിതാവിനെ കന്യാമറിയത്തിൻ്റെ പ്രതിഷ്ഠിത വരനായിട്ട് വിവാഹ നിശ്ചയത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നൊക്കെ സഭാപണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നു. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല യൗവന കാലഘട്ടത്തിൽ തന്നെ മറിയവുമായിട്ട് വിവാഹ നിശ്ചയം ഉറപ്പിച്ച ഈ മനുഷ്യന് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു 6-7 മാസങ്ങൾക്ക് ശേഷമാണ് വിവാഹം നടക്കുന്നത്. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവർ വിവാഹ നിശ്ചയത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ദമ്പതിമാരെ പോലെ അവർ കഴിയുന്നൊരു കാലമുണ്ട്. അങ്ങനെ കണക്കാക്കപ്പെടുകയാണ് യഹൂദ പാരമ്പര്യങ്ങളിൽ. അപ്പോൾ ഈ സമയത്ത് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നും ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ കണ്ടിരുന്നില്ല. പക്ഷേ ഇവിടെ മോശയുടെ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടി വിവാഹ നിശ്ചയത്തിന് ശേഷം ഗർഭവതിയായത് താൻക്ക് നിശ്ചയിക്കപ്പെട്ട പുരുഷനിൽ നിന്നല്ല എങ്കിൽ മോശയുടെ നിയമം അനുസരിച്ച് കൊല്ലപ്പെടണം എന്ന ഒരു നിയമം
അവർ പാലിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കന്യകാമറിയത്തിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് ജോസഫ് എന്ന് പറയുന്ന ഈ പ്രതിസുത വരൻ, ഈ വരനെ സംബന്ധിച്ചിടത്തോളം താൻ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. കാരണം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭവതിയാണെന്ന് വാർത്ത അറിയുന്നു. പക്ഷെ നീതിമാനാകയാൽ താൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതാ ഈ ചെറുപ്പക്കാരൻ്റെ നീതിബോധം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധീരനായൊരു മനുഷ്യനെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഒരു വലിയ വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടൽ നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ വർദ്ധിപ്പിക്കുക എന്നാണ് POC ബൈബിൾ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം പറയുന്നത്, ഈ വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം വർദ്ധിപ്പിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് യാക്കോബിൻ്റെ ഇഷ്ടപത്നിയായിട്ടുള്ള റാഹേലിന് അവളുടെ ഗർഭസ്ഥ കാലഘട്ടങ്ങൾ, അതായത് ഗർഭം ധരിക്കാനില്ലാത്തൊരു സാഹചര്യം അവൾ ഒരുപാട് വേദനയിലേക്ക് കൊണ്ടുപോയി. ആ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് ദൈവം കനിഞ്ഞ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് അവൾക്ക് അവസരം കൊടുക്കുകയാണ്. അത് വലിയ സന്തോഷം അവൾക്കുണ്ട്. അവളിങ്ങനെ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. റാഹേലിൻ്റെ പ്രാർത്ഥന ഇങ്ങനെ, ദൈവം എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 30:24 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് റാഹേൽ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞു, എനിക്ക് ഇനിയും ഒരു കുഞ്ഞിനെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോസഫ് എന്ന് പേരിടുകയാണ് കുഞ്ഞിന്. അപ്പോൾ പൂർവ്വ യൗസേപ്പ് ഈ അമ്മയുടെ അപമാനത്തെ ഇല്ലാതാക്കിയൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ പേരിന് അർഹനാക്കപ്പെടുകയാണ്. പുതിയ നിയമത്തിലെ ഈ യൗസേപ്പ് എന്ന് പറയുന്നത്, ഇവർ തമ്മിൽ ഒരുപാട് സാദൃശ്യമുണ്ട്, ഒരുപാട് സാമ്യമുണ്ട് ഇവരുടെ ജീവിതങ്ങൾ തമ്മിൽ. ഈ പെൺകുട്ടി, മറിയമെന്ന പെൺകുട്ടിയുടെ ഗർഭധാരണ കാലഘട്ടത്തിൽ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു പോവുക എന്നായിരുന്നു യോസേപ്പ് തീരുമാനിച്ചത്. പക്ഷേ നിദ്ര എല്ലാ മനുഷ്യൻ്റെയും വിശ്രമത്തിൻ്റെ സമയമാണ്. എല്ലാ മനുഷ്യൻ്റെയും വിശ്രമത്തിൻ്റെ സമയം. ഒരു നിദ്രയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ജോസഫ്, നീ ശങ്കിക്കേണ്ടതില്ല. നിൻ്റെ പ്രതിശുദ്ധ വധുവാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചയിച്ചുറപ്പിച്ചുള്ള മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ടതില്ല. കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന്. അപ്പോൾ ഈ നിദ്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ദൈവം നിദ്രയ്ക്കിടയിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ അറിയിക്കുകയാണ്. നമുക്കത് സോളമനെ കുറിച്ച് കാണാൻ അങ്ങനെ പറ്റും. സോളമനോട് ഒരു നിദ്രയിലാണ് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. അതോടൊപ്പം തന്നെ പൂർവ്വ യൂസഫിൻ്റെ സ്വപ്നത്തിലാണ് തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൊടുക്കുന്നത്. ഒരു സ്വപ്നത്തിലൂടെ താനിങ്ങനെ വലിയൊരാളാകുമെന്നൊക്കെ ദൈവം പറയുന്ന ഒരനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ പലപ്പോഴും പഴയ നിയമ കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന മൗനത്തിൻ്റെ ഒരു തലം, എല്ലാം മൗനമായി സ്വീകരിക്കുക, എല്ലാം ദൈവകരങ്ങളിൽ സ്വീകരിക്കുക, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നീതിമാനായ യൗസേപ്പ് ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹവും ആരാധനയും ബഹുമാനവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു കാര്യം കൃത്യമായി സ്വീകരിക്കാനായിട്ട് ഒരു നല്ല സമർപ്പണത്തിൻ്റെ ഉടമയായിട്ടും കൂടെ യൗസേപ്പ് ഇവിടെ കടന്നു വരുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർക്കുക, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഗർഭവതിയാകുന്ന ഒരു പെണ്ണ് അവിഹിതമാണ് എങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയിൽ നിന്നല്ല എങ്കിൽ മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. അങ്ങനെയാണത്. അപ്പോൾ കല്ലെറിയുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുമായിട്ടാണോ വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയിൽ നിന്നല്ല ഗർഭധാരണം ചെയ്യപ്പെടുന്നത് എങ്കിൽ ആദ്യമായിട്ട് കല്ലെറിയേണ്ടത് ഈ വ്യക്തിയായിരിക്കണം. ഈ ജോസഫ് എന്ന വ്യക്തിയാണ് കല്ലെറിയേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നീതിബോധം അതിനെ ഉപേക്ഷിക്കാനായിട്ട്, രഹസ്യത്തിൽ കടന്നു കളയാനായിട്ട് പ്രേരണ നൽകുകയാണ്. അപ്പോൾ ഈ നീതിമാന്മാരെന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു നീതിബോധം യോസേപ്പിനുണ്ടായിരുന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതങ്ങളിൽ കുടുംബത്തിൻ്റെ നട്ടെല്ലെന്നൊക്കെ പറയുന്നത് കുടുംബത്തിൻ്റെ നാഥനാണ്. കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ ഈ അമ്മയെയും കുഞ്ഞിനെയും പരിചരിക്കുന്ന സമയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രയോ ശക്തമായ ഒരു കരുതൽ ഈ അമ്മയ്ക്കും കുഞ്ഞിനും കൊടുത്തു എന്നത് യോസേപ്പ് പിതാവിൻ്റെ ക്വാളിറ്റിയെ നമ്മുടെ മുമ്പിൽ ശരിക്കും അവതരിപ്പിക്കുകയാണ്. ആ മനുഷ്യന് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും യാതൊരു പരാതിയുമില്ലാതെ മൗനമായി നിശബ്ദതയിൽ ദൈവഹിതത്തിനു വേണ്ടി എല്ലാം സ്വീകരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ശക്തമായ ഒരു ദൈവിക സാക്ഷ്യമെന്ന് പറയുന്നത് വേറെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, യൗസേപ്പ് പിതാവ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ നിഴലായിട്ടാണ് ഈ കുടുംബത്തെ പരിപാലിച്ചതെന്ന്.
എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അപ്പനായിട്ട്, പിതാവായ ദൈവത്തിൻ്റെ നിഴലായിട്ട് കടന്നു വന്നിട്ട് യേശുവിനെ പരിചരിച്ച് വളർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ചില ഗുണങ്ങൾ പാത്രീസ് കോർദെ എന്ന് പറയുന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നുണ്ട്. ഒത്തിരി വാത്സല്യമുള്ള പിതാവായിരുന്നു യോസേപ്പ് എന്നാണ് പറയുക. ഈ വാത്സല്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിൽ രൂപീകരണത്തിൽ ചില പ്രത്യേകതകളും കൂടെ പിതാവ് പറയുന്നുണ്ട്. വാത്സല്യം അത് നല്ല രീതിയിൽ ഈ സ്വഭാവത്തെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് യോസേപ്പ് പിതാവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നീതിമാനായിരുന്നു, അനുസരണമുള്ള വ്യക്തിയായിരുന്നു എന്നൊക്കെ പറയുന്ന പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകളിൽ അവസാനം കൊണ്ട് നിർത്തിവെക്കുന്നത് ഇങ്ങനെയാണ്: പിതാവായ ദൈവത്തിൻ്റെ നിഴലായിട്ടാണ് യേശുവിനെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള യാത്രകളും കാര്യങ്ങളുമൊക്കെ. പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചു കഴിയുമ്പോൾ ജ്ഞാനികൾ വന്ന് കാഴ്ചകളൊക്കെ അർപ്പിച്ചിട്ട് വേറെ വഴിക്ക് തിരിച്ചു പോകുമ്പോൾ ഹെറോദോസ് ഈ ശിശുവിനെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് സ്വപ്നത്തിൽ തന്നെ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ജോസഫ്, നീ എഴുന്നേറ്റ് ഉടനെ തന്നെ ശിശുവിനെയും മറിയത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകണം. വളരെ ദുർഘടമായൊരു യാത്ര. ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട്, മാറിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, പ്രസവിച്ച് ദിവസങ്ങൾ കഴിയാത്ത ഒരു അമ്മയെയും കൂട്ടി 690 കിലോമീറ്ററോളം ദൂരത്തിൽ മാതാവിനെയും കുട്ടിയുള്ളൊരു യാത്ര. ഒന്ന് ഓർക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. എന്തുമാത്രം പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് ഈ യാത്ര എന്നുള്ളത്. ഒരു പരിഭവം, എന്തുകൊണ്ട് ദൈവമേ എന്നൊരു ചോദ്യമില്ല അവിടെ. എല്ലാം നിശബ്ദമായി സ്വീകരിക്കുന്ന ഒരു കുടുംബനാഥൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുടുംബജീവിതത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ ഓരോ കുടുംബനാഥന്മാരൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നടുവിൽ വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി നിൽക്കുന്ന അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്. അത് ആരും അറിയാത്ത വേദനകളാണ്. കുടുംബനാഥന്മാരുടെ നൊമ്പരങ്ങൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പലരും അറിയുന്നില്ല. അവരെങ്ങനെയാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 4, 5, 6 മക്കളുള്ള കുടുംബങ്ങളിൽ അവരൊന്ന് നല്ല രീതിയിൽ പോറ്റി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് കുടുംബനാഥന്മാരുണ്ട്. ഇവിടെ യോസേപ്പ് പിതാവ് എന്ന് പറയുന്ന ഈ വളർത്തു പിതാവ് കന്യകാമറിയത്തെയും യേശുക്രിസ്തുവിനെയും ഒരുപോലെ കരങ്ങളിൽ താങ്ങിക്കൊണ്ട് ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള ഒരു യാത്ര. അതവിടെ ചെന്ന് ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ വീണ്ടും സ്വപ്നത്തിൽ പറയുകയാണ്, ഹെറോദോസ് മരിച്ചു കഴിഞ്ഞു, നീ തിരിച്ചു പോവുക, വീണ്ടും നീ ബത്ലഹേമിലേക്ക് തിരിച്ചു പോകാൻ. പ്രിയപ്പെട്ടവരെ, ഈ അപ്പത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് അദ്ദേഹം അന്വേഷിക്കുമ്പോൾ മകൻ അർക്കലോവസാണ് ഭരണം നടത്തുന്നറിഞ്ഞിട്ട് പേടിച്ചിട്ട് നസ്രത്തിലേക്ക് പോവുകയാണ്. അത് വലിയ ദൂരമില്ല, അവിടെ താമസിക്കുന്നു. ഈ യേശു പിതാവിൻ്റെ മരണ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് യേശുവിൻ്റെ ഒരു ഏകദേശം 19-ാമത്തെ വയസ്സിലാണെന്ന് ദൈവശാസ്ത്രന്മാരൊക്കെ പറയുന്നത്. യോസേപ്പ് പിതാവിൻ്റെ മരണ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും യേശുവിൻ്റെയും വലിയൊരു പരിചരണം അനുഭവിച്ചുകൊണ്ടാണ് യോസേപ്പ് പിതാവ് നിദ്ര പ്രാപിക്കുക, നിത്യസമ്മാനത്തിനുള്ള നിദ്ര പ്രാപിക്കുക, മരണപ്പെടുക. പ്രിയപ്പെട്ടവരെ, വലിയ സൗഭാഗ്യകരമായ ഒരു ജീവിതത്തിൻ്റെ ഉത്തരമെന്നവണ്ണം ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിതമാക്കിയ ആ ഒരു വളർത്തുപിതാവ് എന്ന നിലയിൽ, ഈ യേശുവിനെ കരങ്ങളിലെടുത്തൊരു അപ്പൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അർഹതപ്പെട്ട ഒരു മരണം യേശുവിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവപുത്രനായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ, അവൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് അതികഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. തൻ്റെ തച്ചൻ്റെ പണിയെടുത്ത് ആ പണിയിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ, ഞാൻ ഓർക്കും, ദൈവമേ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എനിക്കൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജീവിത പശ്ചാത്തലങ്ങൾ അങ്ങനെയാണ്. അദ്ദേഹം ദൈവം പറഞ്ഞതുകൊണ്ട് മറിയത്തെ സ്വീകരിക്കുന്നൊരു സാഹചര്യം, ദൈവം പറഞ്ഞതുകൊണ്ട് സ്വീകരിച്ചത് മാത്രമല്ല, പിന്നീട് ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തത്രപ്പാടുകളും വേദനകളും കഠിനാധ്വാനങ്ങളും തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് സഭ വിശുദ്ധ യോസേപ്പ് പിതാവിനെ പ്രഖ്യാപിക്കുകയാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് മെയ് 1 എന്ന് പറയുന്നത് തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേപ്പ് പിതാവിൻ്റെ തിരുനാളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിലൂടെ ഒരുപാട് മേഖലകളിൽ കുടുംബജീവിതങ്ങളിലും സഭാജീവിതങ്ങളിലുമൊക്കെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് വർഷിക്കപ്പെടുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി പേര് സാക്ഷ്യപ്പെടുന്ന ഒരു അനുഭവം അത്. ഞാൻ യോസേപ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ ഓർക്കുന്നു, എൻ്റെ കൊച്ചുനാളിൽ ഞാൻ മിഷൻ ലീഗ് എന്ന് പറയുന്ന സംഘടനയിലൂടെയൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ അന്ന് താമരശ്ശേരി രൂപതയൊന്നും രൂപപ്പെട്ടിട്ടില്ല. അന്ന് തലശ്ശേരി രൂപതയാണ് അന്നുള്ളത്. തലശ്ശേരി രൂപതയിൽ ഞങ്ങൾ കൊച്ചുകുട്ടികൾ ഇങ്ങനെ മിഷൻ ലീഗിൻ്റെ കൂട്ടായ്മയിലും മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ അവിടെ അന്ന് അഭിമന്യ പിതാവായ
വള്ളോപ്പള്ളി പിതാവ്, സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് പ്രത്യേകമായിട്ട് ഇങ്ങനെ പറയും, കുടുംബത്തിൻ്റെ സംരക്ഷകനാണ് യൗസേപ്പ് പിതാവ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അഭിമന്യ വള്ളോപ്പള്ളി പിതാവ് പറയുമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ആ ഒരു പ്രാർത്ഥനയ്ക്ക്, ആ ഒരു സന്ദേശത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിൽ വന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്, തിരിച്ചറിയാൻ പറ്റാത്തൊരു, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവിനോടുള്ള മധ്യസ്ഥം എന്ന് പറയുന്നത്, സഭ നമ്മുടെ മുമ്പിൽ ഈ ധീരപുരുഷനെ അവതരിപ്പിക്കുമ്പോൾ ആ മനുഷ്യനോടുള്ള ബഹുമാനം, ആ മനുഷ്യനോടുള്ള ആദരവ്, വിശുദ്ധ യൗസേപ്പ് പിതാവിനുള്ള ആദരവും ബഹുമാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അസറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതൽക്കൂട്ടാണ്, ആത്മീയമായ മുതൽക്കൂട്ട്. ഇതിനപ്പുറത്തേക്കൊരു മുതൽക്കൂട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല. പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പ് പിതാവും യേശുക്രിസ്തുവിനെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് താലോലിച്ച് വളർത്തി വലുതാക്കിയതാണ്. അതുകൊണ്ട് ആ കരങ്ങളൊക്കെ പുണ്യപ്പെട്ട കരങ്ങളാണ്. യൗസേപ്പ് പിതാവിൻ്റെ കരങ്ങളിലുള്ള ജീവിതം, ആ കരങ്ങളിൽ പിടിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് യേശുവിൻ്റെ കരങ്ങളിൽ പിടിക്കുന്ന പോലെ തന്നെയാണെന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിലേക്ക് വളരെ അടുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു മാധ്യസ്ഥമാണ് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം. കന്യാമറിയത്തെ പോലെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന നിലയിൽ നമുക്ക് കൂടുതൽ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാനായിട്ട് പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, അതൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിട്ട് മാറാം. കാരണം ഈ കൂട്ടായ്മയിൽ തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യം വരും. മാതാവും യൗസേപ്പ് പിതാവും വരുന്നിടത്ത് ഈശോ ഉണ്ടാവും. അതാണ് തിരുക്കുടുംബം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബമാകേണ്ട കുടുംബങ്ങളാണ്. ഈ അപ്പൻ എന്ന് പറയുന്ന യൗസേപ്പ് പിതാവ് അമ്മയുടെയും മകൻ്റെയും എല്ലാ വൈകാരിക തലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നെടുന്തൂണായി നിൽക്കുന്ന ഒരപ്പനാണ്. ഈ അപ്പൻ്റെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്കൊരു സംരക്ഷണമാണ്. തിരുസഭയുടെ പരിപാലകനായ വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്നൊക്കെ പറയുമ്പോൾ തിരുസഭയ്ക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. യൗസേപ്പ് പിതാവിനെ നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താതെ നമ്മുടെ കുടുംബത്തിൻ്റെ നെടുന്തൂണായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു മധ്യസ്ഥത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് അതിനായിട്ട് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് പരിശ്രമിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവിടുത്തെ കരുണ, അങ്ങയുടെ നിഴലായിട്ട് യേശുവിൻ്റെ അപ്പനായി വളർത്തുപിതാവായി കടന്നു വന്ന യൗസേപ്പ് പിതാവിനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷകനും പരിപാലകനുമായി ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുക.